അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ദീന് അത് സമ്പൂർണ്ണമാണ്. സമ്പൂർണ്ണമായ ദീനിൽ പുതുതായി ഒന്നും കടത്തിക്കൂട്ടേണ്ടതില്ലാത്ത രൂപത്തിൽ തന്നെ പ്രവാചകൻ നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടാണ് ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് പൊന്നാനിയിലെ ഒരു മുഖാമുഖം, സമസ്ത സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ജഅഫർ സഖാഫി അൽ അസ്ഹരി കയ്പമംഗലം എന്ന് പറയുന്ന വ്യക്തി, അവരുടെ വലിയ പണ്ഡിതനാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ആ ഒരു മുഖാമുഖത്തിൽ ഒരു വ്യക്തി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ മീലാദ് ആഘോഷം, നബിദിനാഘോഷം, അത് യഥാർത്ഥത്തിൽ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷിയാക്കൾ തുടങ്ങി വച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇത് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം മറുപടി പറയുന്നുമുണ്ട്. ആരാണ്? നമ്മുടെ ജഅഫർ സഖാഫി അൽ അസ്ഹരി. അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. മറുപടി കേട്ടാൽ ഇദ്ദേഹം വലിയ പരിജ്ഞാനമുള്ള, ആ വിഷയത്തിൽ അങ്ങേയറ്റം PhD എടുത്ത ഒരു വ്യക്തി അതിന് കൃത്യമായ പ്രമാണബദ്ധമായ മറുപടി പറഞ്ഞു എന്നാണ് ചിലപ്പോൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ശരിക്ക് ചോദ്യകർത്താവിനെ പോലും ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരമാണ്, മറുപടിയാണ് അവിടെ ഉള്ളത്. ഒരു നിലയ്ക്കും പ്രമാണത്തിനോട് യോജിക്കുന്ന ഒരു മറുപടിയും അവിടെ കാണുന്നില്ല. എന്നിട്ടും അദ്ദേഹം, ആ ചോദ്യകർത്താവ് വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ടാൽ സ്വഹാബത്ത് വരെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും. അതിനുള്ള പ്രമാണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇതുണ്ടായതിൻ്റെ പ്രമാണമെന്ത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ചില വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട്. ഇൻഷാ അല്ലാ അത് ഓരോന്ന് നമുക്ക് ഒന്ന് പഠിക്കാനുണ്ട്. ആദ്യം ചോദ്യകർത്താവിൻ്റെ ചോദ്യവും പിന്നീട് അദ്ദേഹത്തിൻ്റെ മറുപടിയും ഒന്ന് കേൾക്കാം. നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ മാതൃക കാണിച്ച ഇസ്ലാമിക പാരമ്പര്യമല്ല. ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കൾ തുടക്കം കുറിക്കുകയും പിന്നീട് മുളഫർ രാജാവ് ഏറ്റുപിടിക്കുകയും ചെയ്ത ഒരു ദുരാചാരമാണത്. ഇതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് നല്ല ഒരു വിഭാഗം ശക്തമായി ഈ നബിദിനാഘോഷത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ നബിദിനാഘോഷം നടത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നടത്തിയാലോ അത് ഹറാമാണ്, തെറ്റാണെന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് തന്നെ അത് എതിരായി. അപ്പൊ ഒരു കാര്യം ഹറാമാണെന്നും ജായിസ് ആണെന്നും തമ്മിൽ തർക്കമുണ്ടായാൽ അത് ചെയ്യാതിരുന്നാൽ ഒരു കുഴപ്പമില്ല, ചെയ്താൽ ഭയങ്കര പ്രശ്നമായി. ഒരു വിഭാഗം പണ്ഡിതന്മാരെ മൊത്തം നിരാകരിക്കലായി. കേട്ടില്ലേ? ചോദ്യകർത്താവിൻ്റെ ചോദ്യം അത് തറച്ച് കയറുന്ന അമ്പ് പോലെയാണ് ചോദ്യമുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഒന്ന് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ആക്ഷേപമുള്ള, വിമർശനമുള്ള, എതിരുള്ള വിഷയമാണ് ഈദ് മൗലുദിൻ നബി എന്നുള്ളത്. എന്നാൽ ഇപ്പുറത്ത് അത് ജായിസാണ് എന്ന് കരുതിയാൽ പോലും വലിയ വിമർശനങ്ങളുള്ള, ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് ചെയ്യാതിരിക്കലല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ, അതായത് ഹറാമാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ജായിസാണ് എന്ന് വാദത്തിന് സമ്മതിക്കുന്നു. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രസക്തമായൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഹറാമും എന്നാൽ ജായിസും മുന്നിൽ നിൽക്കുമ്പോൾ ഹറാമ് ചെയ്യാതിരിക്കലല്ലേ നല്ലത് എന്ന രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏതായാലും ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം കൂടി കേൾക്കാം. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ധർമ്മം മൗലികാഘോഷം, നബിദിനാഘോഷം പാടില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിക്കലല്ലേ എന്നാണ് ചോദ്യം. അതെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് ആ ഒരു മൗലിദ് ആഘോഷം ഇവിടെ സംഘടിപ്പിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന വലിയ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരെ എതിർക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും അവരെ നിരാകരിക്കലുമല്ലേ ചെയ്യുന്നത് എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് വിധിച്ച, അല്ലെങ്കിൽ ഇത് പാടില്ല, ബിദ്അത്താണ് എന്ന് പറഞ്ഞ് വിധിച്ച ആ ഒരു പ്രവർത്തനത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്യരുത് എന്ന് പഠിപ്പിക്കലല്ലേ ഉസ്താദുമാരുടെ ധർമ്മം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മറുപടി? ജഅഫർ ഉസ്താദിൻ്റെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം.
അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് നല്ലൊരു വിഭാഗം തന്നെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് നബിദിനാഘോഷത്തെ. അത് വസ്തുതാ വിരുദ്ധമാണ്. അത് മറ്റൊരു കാര്യം. ഒന്നാമത് പറയുന്നു, പണ്ഡിതന്മാർ ശക്തമായി വിമർശിച്ചു എന്നതിനെ അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മറുപടി വയ്ക്കുന്നുണ്ട്. ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടില്ല എന്ന് അദ്ദേഹം പച്ചയായ നുണകൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ സാമ്പിളിന് ഒരു പണ്ഡിതൻ്റെ ഉദ്ധരണി മാത്രം വായിക്കാം. താജുദ്ദീൻ ഉമർ ബിൻ അലി അൽ മാലിക്കി, അദ്ദേഹത്തിന് അറിയപ്പെട്ടത് അൽ ഫാക്കിഹാനി എന്നാണ്. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഈദ് മൗലുദ്ദീൻ നബിയെക്കുറിച്ച് പറയുന്നത്, ലാ അഅലമു ലിഹാദ, ഇതറിയില്ല, അൽ മൗലിദ്, ഈ മൗലുദിനെക്കുറിച്ച് അറിയില്ല, അസ്ലം ഫി കിതാബി വല സുന്ന, ഖുർആനിലോ സുന്നത്തിലോ യാതൊരു നിലക്കുമുള്ള പ്രമാണമില്ല. തീർന്നില്ല, വല യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, പണ്ഡിതന്മാരിൽ നിന്ന്, ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഒരു ഉദ്ധരണി പോലും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല ഇത് വളരെ വ്യക്തമായി ഖുർആനിലോ സുന്നത്തിലോ ഇല്ല എന്നു മാത്രമല്ല, ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാർ ഒരാൾ പോലും ഇത് ഉദ്ധരിച്ചതായിക്കൊണ്ട് ഇത് ആചരിക്കാമെന്നോ ഇത് സുന്നത്താണ് എന്നോ ഇതൊരു പുണ്യകർമ്മമാണ് എന്നോ ഉദ്ധരിച്ചതായിക്കൊണ്ട് ഒരു ഹർഫ് പോലും കാണാൻ കഴിയില്ല എന്ന് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു വിഷയത്തെ വസ്തുതാവിരുദ്ധമാണ് എന്ന് എങ്ങനെയാണ് പറയുക? അത് കളവാണ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കളവാണ് യഥാർത്ഥത്തിൽ പിടികൂടുന്നത്. തീർന്നില്ല, ഇനി ബാക്കി എന്താണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ വൈരുദ്ധ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നബിദിനാഘോഷത്തിനെതിരെ സംസാരിച്ചു എന്നത് ഒരു അപകടം, ഒരു അബദ്ധം. രണ്ടാമെന്ന് പറഞ്ഞ് മലിക്കുൽ മുദഫർ രാജാവ് ഷിയാക്കളെ തുടർന്നു, മറ്റൊരു അബദ്ധം. ചോദ്യകർത്താവിൻ്റെ മറ്റൊരു ശൈലി, അദ്ദേഹം പറഞ്ഞത് ഷിയാക്കളിൽ നിന്ന്, അതായത് ഫാത്തിമിയാക്കളിൽ നിന്ന് തുടങ്ങിയ ഈ മൗലിദാഘോഷം മലിക്കുൽ മുലഫർ അത് ഏറ്റെടുത്തത് ഗംഭീരമാക്കി എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വസ്തുതയാണ്. എന്നാൽ ഈ ഉസ്താദ് ജാഫർ ഉസ്താദ് എന്താ പറയണത്? അത് ഗുരുതരമായ ആരോപണമാണ് എന്നാണ് പറയുന്നത്. ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതല്ല മനസ്സിലാക്കിയിട്ടും അത് ഒളിച്ചു വയ്ക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഈദ് മൗലൂദ് ആഘോഷിക്കുന്ന, അതിനെ അനുകൂലിക്കുന്ന ഇവരുടെയൊക്കെ ഉസ്താദായ തഴവ ഉസ്താദ് പറഞ്ഞത് എന്താണ്? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. കണ്ടോ, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനെ, ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തഴവ ഉസ്താദിൻ്റെ ഈ ഒരു വരി നമുക്കെങ്ങനെയാണ് ഗണ്ണിക്കാൻ കഴിയുക? സമസ്തയിലെ ഈ മൗലിദിനെ ആഘോഷിക്കാൻ തെളിവ് പിടിക്കുന്ന, അതിനെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാർ പോലും പറഞ്ഞത് എന്താണ്? ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നാണ്. ആ ഹിജ്റ 300 ശേഷം വന്ന ആ ആഘോഷത്തെ, ഈ ഒരു ബിദ്അത്തിനെ പിന്നീട് ഹിജ്റ 600 ശേഷം ജീവിച്ച മലിക്കുൽ മുലഫർ അതിനെ ഗംഭീരമാക്കിയെന്നാണ്. അതുകൊണ്ടാണ് 5000 കോഴിയും 5000 ആടുകളും 10000 കോഴിയുമൊക്കെ പൊരിച്ചും വലിയ വിഭവങ്ങൾ തയ്യാറാക്കി അവിടെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മലിക്കുൽ മുലഫറായിരുന്നു. അതിനെ ഏറ്റുപിടിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ചരിത്രം പോലും അറിയാതെ സ്വന്തം ഉസ്താദുമാരുടെ എഴുതി വച്ച കിതാബുകൾ പോലും മനസ്സിലാക്കാതെയുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി ബാക്കി എന്താണ് അദ്ദേഹം മറുപടി പറയുന്നത്, അതുകൂടി കേൾക്കാം. ഫാത്തിമിയാക്കൾ ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത്, മൂന്നാമത്തെ അബദ്ധം. ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത് എന്നത് ലോകത്ത് അഹ്ലുസുന്നത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ച വിഷയമാണ്. ഹിജ്റ 300 ശേഷം ഷിയാക്കളാണ് ഇത് തുടങ്ങി വച്ചത് എന്നത് ഇത് ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ മറച്ചു വച്ചുള്ള ഒരു സംസാരം സംസാരിക്കുന്നത് എന്നത്, വളരെ കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരമെന്നുള്ളത് ഈ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി നാലാമത്തെ അബദ്ധം, അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള അബദ്ധം എന്താണ് എന്നത് ഇവിടെ അദ്ദേഹം തന്നെ പറയട്ടെ. എന്നിട്ട് ആ അബദ്ധമല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ സംസാരം ഒന്ന് കേൾക്കാം.
പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞമ്മക്കാണ്ട് ഒഴിഞ്ഞു കൊടുത്തൂടെ? നാലാമത്തെ അബദ്ധം. പ്രശ്നമുണ്ടായതുകൊണ്ട് നമുക്കൊന്ന് ഒഴിഞ്ഞു കൊടുത്തൂടെ? അതായത് അദ്ദേഹത്തിൻ്റെ ചോദ്യകർത്താവിൻ്റെ ചോദ്യം എന്നുള്ളത് ഒരു ഭാഗം ആളുകൾ ജായിസാണ് എന്ന് പറയുന്നു, മറ്റൊരു വലിയ വിഭാഗം അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ഇത് ഹറാമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കലല്ലേ നല്ലത് എന്ന രൂപത്തിൽ സമൂഹത്തിനെ അത് ഈ ഒരു ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അത് ചെയ്യാതിരിക്കണം എന്നല്ലേ ഉസ്താദുമാരുടെ ദൗത്യം? അത് പ്രബോധനം ചെയ്യേണ്ടതല്ലേ? ആ രൂപത്തിലല്ലേ പ്രബോധനം ചെയ്യേണ്ടത് എന്ന ചോദ്യകർത്താവിൻ്റെ ചോദ്യം അതൊരു അബദ്ധമായി ഇദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഷിയാക്കൾ തുടങ്ങി വച്ചു എന്നതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ആവർത്തിക്കുന്നുണ്ട്. ഷിയാക്കൾ ദീനിൽ എന്തെങ്കിലും തുടങ്ങി വച്ചാലും അത് നമുക്ക് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന രൂപത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി സംസാരങ്ങളിൽ കേൾക്കാനുള്ളത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അല്ല, ഫാത്തിമിയാക്കൾ ഷിയാക്കൾ തുടങ്ങിയാണല്ലേ? ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ് ആദ്യമായി നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത്. അത് ശരി. അതെവിടെയുള്ളത്? ചരിത്രം എവിടെയാണ്? ചരിത്രത്തിന്റെ എല്ലാ ആളുകളിലും ഉണ്ടാവുണ്ട് ഇല്ല ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായിണ്ടാവും. ഇത് ചോദ്യം നന്നായി. ഞാനിത് ഇങ്ങനെ തന്നെ ചോദിച്ചത്, അത് ഷിയാക്കൾ ഉണ്ടാക്കിയല്ലേ? ഷിയാക്കളാണ് ഇത് തുടങ്ങിയത് എന്നതിന് ആധികാരികമായ രേഖ അവിടെ വേണ്ട. അവിടെ ഒരു രേഖയും ഒരു ആവശ്യമില്ല. അത് ഓൾക്ക് പറ്റിയ സംഗതി ആയതുകൊണ്ടാണ് വിടുകയാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ അതൊന്നും ശരിയല്ല. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതാണ് ഓരോ അബദ്ധം ഓരോ തട്ടിനെ നമുക്ക് ഇങ്ങനെ ക്ലിയർ ആക്കാം. ശരിയല്ല എന്നുള്ളതിന് രേഖ വേണം. അത് ശരി, അറിയപ്പെട്ടൊരു സത്യമാണത്. അല്ല, ഞാൻ വേറെ വിഷയമുണ്ട്. ഷിയാക്കളല്ല അത് തുടങ്ങിയത്, ഇത് ക്രിസ്ത്യാനികൾ തുടങ്ങിയതാണെന്നാണ് അഭിപ്രായം. അല്ല എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു രേഖ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത പേജിൽ ഈ രേഖ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഷിയാക്കളല്ല ഇത് തുടങ്ങിയത്, ഒരു വാദത്തിനു വേണ്ടി അദ്ദേഹം മറുവാദമായിക്കൊണ്ട് പറയാണ് ഇത് ഷിയാക്കളല്ല മറിച്ച് ക്രിസ്ത്യാനികളാണിത് തുടങ്ങിയത് എന്ന്. ശരിക്കതിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ ഒരു ചെറിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതാരാണ്? ക്രിസ്ത്യാനികളാണ്. അവിടെ ആ ഒരു ചര്യയെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജൂത ക്രിസ്ത്യാനികളെ ചാണിനി ചാണായി, ഷിബ്റം ബിഷിബിരിൻ ദിറാ ഇൻ ദിറാ, ചാണിനി ചാണായി മുഴത്തിനു മുഴമായി ജൂത ക്രിസ്ത്യാനികളെ എൻ്റെ ഉമ്മത്ത് പിൻപറ്റുമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രവചനത്തിൻ്റെ നേർക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നബിദിനാഘോഷത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന എന്തെല്ലാം പരിപാടികളുണ്ടോ അതെല്ലാം ഇന്ന് ഇവിടെ നബിദിനാഘോഷത്തിന് ഉണ്ടായിട്ടുണ്ട്. അവർ പള്ളികൾ അലങ്കരിക്കുന്നു, ഇവിടെ മുസ്ലിമീങ്ങളും പള്ളികളെ അലങ്കരിക്കുന്നു. അവർ ഘോഷയാത്ര നടത്തുന്നു, മുസ്ലിമീങ്ങളും ഘോഷയാത്ര നടത്തുന്നു. അവർ വേഷങ്ങൾ കെട്ടുന്നു, ഡാൻസ് കാണുന്നു, അതുപോലെ തന്നെ ദഫ് മുട്ടുന്നു, അതുപോലെ തന്നെ ബാൻഡ് മേളങ്ങൾ നടത്തുന്നു. ഇവിടെയും അതേ പരിപാടി നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ണിയേശു എന്ന് പറഞ്ഞ് അവർ പുൽക്കൂടുകൾ കെട്ടുമ്പോൾ ഇവിടെ ഉണ്ണി മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പുൽക്കൂട് കെട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കേക്ക് മുറിക്കുന്നു, ഇവിടെയും കേക്ക് മുറിച്ചു മുഹമ്മദ് എന്ന് കേക്കിൽ എഴുതി അതിനെ വലിയ ആഘോഷമാക്കി കേക്ക് മുറിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ഇനി എന്താണ് അവരിൽ നിന്ന് പിൻപറ്റാനുള്ളത്, ബാക്കിയുള്ളത് എന്നത് ആലോചിക്കേണ്ട, സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുള്ളത്. കാരണം അത്രയും ചാണിനി ചാണായി മുഴത്തിന് മുഴമായി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ഈ ഉമ്മത്ത് ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഇദ്ദേഹം പറയുന്നുവെങ്കിൽ, അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് 100% മിയാമിയാണ്, 100% ഓക്കെയാണ്, ക്ലിയറാണ്. ക്രിസ്ത്യാനികളെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഈദ് മൗലൂദ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഗുരുതരമായ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇനി വേറെ ഷിയാക്കൾ തുടങ്ങിയതായിട്ട് വന്ന കുഴപ്പം അത് വേറൊരു വിഷയമാണ്. അല്ല, ഷിയാക്കൾ തുടങ്ങിയത് അത് കുഴപ്പമുണ്ട്. കാരണം ഷിയാക്കൾ തുടങ്ങിയത് ഇസ്ലാമിനെ ഉയർത്താനല്ല, തകർക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അതാണ് ഷിയാക്കൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ്. കേട്ടോ, ഷിയാക്കൾ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമില്ലെന്നാണ് സ്റ്റേജിലിരിക്കുന്ന ജഫർ ഉസ്താദിൻ്റെ ഉസ്താദ് പോലും അവിടെ പറഞ്ഞു വെക്കുന്നത്. ജഫർ ഉസ്താദ് ഷിയാക്കൾ തുടങ്ങിയാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അല്ലേ എന്ന് ചോദിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദും പറഞ്ഞു, ഷിയാക്കൾ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം, അതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്,
അതായത് ഷിയാക്കൾ തുടങ്ങിയത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഈദ് മൗലൂദിൻ നബി ഇസ്ലാമിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകാൻ, ഇതൊക്കെ ഒരു പുണ്യമല്ലേ എന്ന് പറഞ്ഞ് ആളുകൾ ചെയ്യുമ്പോൾ അവർ വിചാരിക്കില്ലല്ലോ നാളെ നരകത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തുമെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതൊക്കെ പുണ്യമല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഇമാം മാലിക് റഹ്മഹുല്ല ആ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഒരാളൊരു കർമ്മം കൊണ്ടുവരുന്നു, യറാഹ ഹസന, അതിനെ നന്മയാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു, എങ്കിൽ അവൻ വാദിക്കുന്നത് ഫഖദ് സഅമ അന്ന മുഹമ്മദ് ഖദ് ഖാന ദിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. റിസാലത്ത് എത്തിച്ചു തരിക എന്ന ദൗത്യം, ദീന് പൂർത്തീകരിച്ചു തരിക എന്ന ദൗത്യം, ആ ദൗത്യത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാണ്. അപ്പോൾ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ആചാരത്തെ അംഗീകരിക്കുന്നതോടുകൂടി പ്രവാചകൻ ദീന് പൂർത്തിയാക്കാതെയാണ് ഇവിടുന്ന് പോയത് എന്ന് പറയേണ്ടി വരും, വാദിക്കേണ്ടി വരും. അപ്പോൾ ജഅഫർ ഉസ്താദും അത് തന്നെയാണ് വാദിക്കുന്നത്. ഇനി മറ്റൊരു വിഷയം ഇമാം മാലിക് റഹ്മഹുല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഫമാലം യകുൻ യൗമ ഇദിൻ ദീന, അന്ന് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദീനല്ലാത്തത് ലാ യകൂനുൽ യൗമ ദീന, ഇന്നും ദീനല്ല. അന്ന് പ്രവാചകൻ കാണിച്ചു തന്നത് എന്താണോ അതാണ് ദീന്. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനല്ല, അന്ന് ദീനിലില്ലാത്തത് ഇന്ന് ദീനിലില്ല, ഇന്ന് ദീനിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇമാം മാലിക് റഹ്മഹുല്ല പറയുന്നു. മാത്രമല്ല എത്രയെത്ര ഹദീസിന് എതിരാണ് ഇദ്ദേഹം സംസാരിച്ചത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ്റെ മാതൃകയില്ലാത്തത് ആരെങ്കിലും പുതുതായി ഒരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഷിയാക്കൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് പ്രവാചകൻ പറഞ്ഞു വച്ചത്. പ്രവാചകൻ പറയാണ്, എൻ്റെ ഈ ദീനിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ, ഇതൊരു ചോദ്യമാണ്. എന്നാൽ നിങ്ങൾ കൊണ്ടു, നമ്മൾ തള്ളുന്നു. എന്തുകൊണ്ട് നമ്മൾ തള്ളുന്നു? പ്രവാചകനോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ളത് കൊണ്ടും ഈ ഹദീസിനെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടും പുത്തൻ ആചാരങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നു, അത് തള്ളുകയാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ഒരാൾ പുതുതായി ഒന്നും കൊണ്ടുവരണ്ട, ഒരാൾ പുതുതായി കൊണ്ടുവന്നതിനെ സ്വീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചാൽ മാത്രം മതി, അത് തന്നെയും തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഷിയാക്കൾ കൊണ്ടുവന്ന, ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന, ഹിജറ 300 ശേഷമുണ്ടായ ഈ ഒരു ഈദ് മീലാദിൻ നബി, അത് ഷിയാക്കൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഉരുളക്കുപ്പേരി എന്ന രൂപത്തിൽ മറുപടി പറയുന്നുണ്ട്. ആ ഒരു ഉദാഹരണം കൂടി കേട്ടിട്ട് നമുക്ക് അതിനൊരു തിരിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം അതിനൊരു ഉത്തരവും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. അതായത് നമ്മളെ നല്ല മട്ടത്തിന് ജീവിച്ചു പോകണം, നമ്മളെ തല്ലാൻ വേണ്ടി ഒരാൾ വടി വെട്ടി, നമ്മളെ തല്ലാൻ വേണ്ടി വെട്ടിയ വടിയാണ്. അപ്പോൾ ആ വടി നമ്മളെ തല്ലാൻ വെട്ടിയ വടിയല്ലേ, തല്ലണിൻ്റെ ഇടയിൽ ആ വടി നമ്മളെ കൈ കിട്ടി. പക്ഷെ നമ്മൾ തിരിച്ചോനെ തല്ലാൻ പറ്റുമോ? എന്താണ് പറയാത്തത്? പറ്റില്ല. കാരണം നമ്മളെ തല്ലാൻ വെട്ടിയ വടി കൊണ്ട് നമ്മളെങ്ങനെ തല്ലുക? ചോദ്യകർത്താവിൻ്റെ ചോദ്യം, ഷിയാക്കൾ ഈ ഈദ് മീലാദിൻ നബി കൊണ്ടുവന്നത് ദീനിനെ തകർക്കാനാണ്. അതൊരു വസ്തുത തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ബിദ്അത്ത് എന്നത് ദീനിനെ തകർക്കും, ആചാരങ്ങൾ സുന്നത്തുകളെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ബിദ്അത്തുകൾ അധികമായി അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ആ രൂപത്തിൽ അവൻ തൗബയില്ലാതെ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ പ്രവാചകൻ പറയുന്ന പ്രവാചകൻ്റെ ഹൗദുൽ കൗസറിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ മറയിടും. ആ മറയിടുമ്പോൾ കാരണം അള്ളാഹു പറയുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, റസൂലെ താങ്കൾക്കറിയില്ല താങ്കളുടെ മരണശേഷം പിന്നീട് അവർ എന്തൊക്കെ ഈ ദീനിൽ കടത്തിക്കൂട്ടിയെന്ന് താങ്കൾക്കറിയില്ല. അപ്പോൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. ഹൗദുൽ കൗസർ പോലും തടയപ്പെടുന്നതാണ്. സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, അല്ലെങ്കിൽ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൗദിൻ്റെ ഓരത്ത് നിന്നുകൊണ്ട് അത്തരം ആളുകളെ, ബിദ്അത്തിൻ്റെ കക്ഷികളെ ആട്ടി ഓടിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറുപടി. ഒരാൾ അടിക്കാൻ വേണ്ടി കമ്പ് വെട്ടി,
ആ കമ്പ് കൊണ്ട് നമ്മൾ അടിക്കുന്നതിനിടയിൽ ആ കമ്പ് നിലത്ത് വീണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നമ്മൾ ആ കമ്പ് കൊണ്ട് തിരിച്ചടിക്കുകയില്ലേ എന്നാണ്. അതായത് അന്ന് ഷിയാക്കൾ ഇത് ദീനിനെ നശിപ്പിക്കാനാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ദീന് വളരുകയല്ലേ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സംസാരം. യഥാർത്ഥത്തിൽ ദീന് വളരുകയാണോ? നമ്മളൊന്ന് ഈ ഈദ് മീലാദുൻ നബിയൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ദീനിനെ തകർക്കുകയാണ്. മ്യൂസിക്കുകൾ, റോഡിലുള്ള ആട്ടം പാട്ടം ദീനിനെ തകർക്കുകയാണ്. ഇതിൻ്റെ പേരിലുള്ള ഘോഷയാത്രകൾ, അതിൻ്റെ പേരിൽ എത്ര ആളുകളാണ് വേദനിക്കുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രകൾ, അങ്ങനെ തുടങ്ങി ഓരോന്നും പരിശോധിക്കുകയാണ് എങ്കിൽ ദീനിൻ്റെ വളർച്ചയല്ല, ദീനിൻ്റെ തകർച്ചയാണ്. മറ്റുള്ളവർ ദീനിനെ മോശപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഏതു മേഖലയിൽ നോക്കിയാലും ശരി, ഇത് ദീനിൻ്റെ വളർച്ചയല്ല, ദീനിൻ്റെ തകർച്ചയാണ്. പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ഒരു ദുരാചാരമാണ് ഈ ഒരു ഈദ് മീലാദുൻ നബി. എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ജഅഫർ ഉസ്താദ് ഈ ഒരു വടിയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ തിരിച്ചൊരു വ്യക്തി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കള്ള് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ആ കള്ള് നമ്മളെ കുടിപ്പിക്കാൻ നോക്കുന്നതിനിടയിൽ നമുക്ക് ആ കള്ള് കിട്ടി. നമ്മൾ ആ കള്ളിനെ തിരിച്ച് അയാളുടെ വായിലേക്ക് വീഴ്ത്തി കുടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമോ? വടിയുടെ വിഷയം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനും നിങ്ങൾ മറുപടി പറയണം. കള്ളൊരാൾ നമ്മൾ സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ലഹരിയിൽ യാതൊരു നിലക്കുമുള്ള അടിമപ്പെടാത്ത രൂപത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മളിലേക്ക് കള്ളുമായി വന്നു, നമ്മളെ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കള്ള് കുപ്പി നിലത്ത് വീണു, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടി. ആ കള്ളു കുപ്പി കൊണ്ട് നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ കുടിപ്പിക്കുകയോ ചെയ്യുമോ? ഇല്ല എന്നത് ഉറപ്പല്ലേ? ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ബിദ്അത്ത്. അത് നമ്മുടെ കയ്യിൽ കിട്ടി എന്നതുകൊണ്ട് ആ ബിദ്അത്തുകളെ ആചരിക്കാനും പാടില്ല, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഈ ജഅഫർ ഉസ്താദിനോട് മാന്യമായി പറയാനുള്ളത്, ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് ഉത്തരം നൽകുവാനും പ്രമാണബദ്ധമായി ഉത്തരം നൽകാനും ദീനിനെ പച്ചയായ യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും പ്രമാണത്തിൽ നിന്ന് ഊന്നി നിന്ന് മറുപടി പറയാനും ശ്രമിക്കുക. അതല്ലാതെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രൂപത്തിൽ മറുപടി പറയാൻ നിന്നാൽ പിടിക്കപ്പെടുമെന്നത് നിങ്ങൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീനിനെ യഥാവിധം സത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.